എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ക്രിസ്മസ് സന്ദേശമാണ് ഈ സമയത്ത് നാം ഉദ്ദേശിക്കുന്നത്. ക്രിസ്മസ് ദിനങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, പലതരത്തിലുള്ള ജീവിതാവസ്ഥകളിൽ കഴിയുന്ന നമ്മളെല്ലാവർക്കും ആവശ്യമുള്ളത് സ്നേഹവും പ്രതീക്ഷയും സന്തോഷവും പകരുന്ന ആ ഒരു ഓർമ്മ ദിനമാണ്. ലോകത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ വലയുന്ന ജനങ്ങളെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട ജനതകളെ നമുക്ക് കാണാം. സന്തോഷം ഇല്ലാത്തവരെ നമുക്ക് കാണാം. അവർക്കെല്ലാം ആവശ്യം പ്രതീക്ഷയും സമാധാനവും ഉണ്ടാകുക എന്നുള്ളതാണ്. പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്, ഹൃദയങ്ങൾ തുറന്നു വേണം നാം മറ്റുള്ളവരെ ശ്രവിക്കുവാൻ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ നന്നായി തുറന്ന് മറ്റുള്ളവരെ നമ്മൾ ശ്രവിക്കണം. പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർക്കുകയാണ്, എളിമയിലേക്കും സ്നേഹത്തിലേക്കുമുള്ള ഒരു വഴിയായിരിക്കണം ഓരോരുത്തരുടെയും ജീവിതമെന്ന്. ഇന്നത്തെ ഈ ക്രിസ്മസ് സന്ദേശം നമുക്ക് നൽകുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ഫാദർ ജോളി വടക്കനാണ്. അദ്ദേഹം ചാലക്കുടി പള്ളിയിലെ വികാരിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിലേക്ക് പോകാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ പ്രാർത്ഥനാപൂർവം നേരുകയാണ്. എന്നെ ശ്രവിക്കുന്ന ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു. ഒപ്പം പുതുവത്സരത്തിൻ്റെ ആശംസകളും. ബോൺ നത്താലെ എ ബോൺ നാന്നോ. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ആട്ടിടയർക്ക് ദൈവദൂതർ നൽകുന്ന വളരെ സന്തോഷകരമായ വാർത്തയെക്കുറിച്ചാണ് പ്രതിപാദിക്കുക. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ദൈവപുത്രന്റെ ജനന തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ ആകാൻ ആഗ്രഹിച്ചതിൻ്റെ ഓർമ്മ ദിനം. മത്തായിയുടെ സുവിശേഷത്തില് നാം വായിക്കുന്നുണ്ട്, വിശുദ്ധ യൗസേപ്പ് പിതാവിന് സ്വപ്നത്തില് ദർശനം ലഭിക്കുമ്പോൾ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട എന്നും, ദൈവത്തിന് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകാനുള്ള പദ്ധതിയുണ്ടെന്നും, ജനിക്കാനിരിക്കുന്ന ശിശു ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള മിശിഹായായിരിക്കുമെന്നുമുള്ള ആ ഒരു വലിയ സദ്വാർത്ത വിശുദ്ധ മത്തായി സുവിശേഷകൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അറിയിക്കുന്നതായിട്ട് 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതേ, ദൈവം നമ്മോട് കൂടെയുള്ള ഒരു അനുഭവമാണ് ഓരോ ക്രിസ്മസ് ദിനവും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഈ ക്രിസ്മസ് ദിനത്തില് ഈ ഒരു വിചിന്തനത്തിലേക്ക് നിങ്ങളെ ഞാനും ക്ഷണിക്കുകയാണ്. ദൈവം നമ്മോട് കൂടെ ആകാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു ഓർമ്മ ദിനം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന വലിയൊരു സൗഹൃദ ബന്ധത്തെ പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യൻ നഷ്ടപ്പെടുത്തിയപ്പോൾ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും, ദൈവത്തിന്റെ കാലടി ശബ്ദം കേൾക്കുന്നത് പോലും മനുഷ്യന് ഭയമായി ഭവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആദവും ഹവ്വയും മരത്തിന്റെ മറവിലേക്ക് ഒളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപം വഴിയായി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവം നമ്മോടുകൂടെയുള്ള ഒരു അനുഭവം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടു. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം തേടിയിറങ്ങുകയും
ദൈവം അവനെ ചേർത്ത് പിടിക്കുകയും ആ ദൈവം നിന്നോട് കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട് എന്ന് പറയാൻ ഈ ഒരു ദിനത്തിൽ പ്രത്യേകമായിട്ട് അവസരം ഒരുങ്ങുകയായിരുന്നു. പർദീസായിലെ ദൈവവുമായിട്ടുള്ള സൗഹൃദവും ബന്ധവും നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തിരുമനസ്സായി. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തില് നാം വായിക്കുക, ഈ ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെ ആകാനുള്ള ആ ഒരു വലിയ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ക്രിസ്മസ് ദിനത്തില് സംഭവിക്കുന്നു. ആ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നു. എന്നാൽ ഈ അവസരത്തില് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ദൈവം നമ്മോട് കൂടെ ആകാൻ ആഗ്രഹിച്ച് ഇറങ്ങി വന്നപ്പോൾ ഈ ദൈവത്തോടൊപ്പമായിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ദൈവത്തോടൊപ്പമാണോ നാം സഞ്ചരിക്കുന്നത്? നാം ഇന്ന് ഒരു സഞ്ചാര യുഗത്തിലാണ്. മനുഷ്യരെല്ലാവരും ഇങ്ങനെ ഈ ഒരു സഞ്ചാര പഥത്തിലൂടെ അവരുടേതായ ജീവിതയാത്രകൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളായിട്ട് ഒത്തിരിയേറെ പേര് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കായിട്ട് ചേക്കേറിയിട്ടുണ്ട്. മലയാളി എവിടെ പോയാലും, ഒരു ക്രൈസ്തവ വിശ്വാസി എവിടെ പോയാലും അവൻ അവന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ്, ദൈവം നമ്മോട് കൂടെയുണ്ട്. എൻ്റെ ഈ പ്രവാസ ജീവിത കാലഘട്ടത്തിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ആ ബോധ്യത്തോടു കൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ദൈവാനുഭവം നമ്മെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായി ശക്തിപ്പെടുത്തുമെന്നുള്ളതിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ഈ ക്രിസ്മസ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തോട് കൂടെ നാം ഉണ്ടോ എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് വിധേയമാകേണ്ട ഒരു വിഷയമാണ്. നാം ദൈവത്തോട് കൂടെ ആകണമെന്നുണ്ടെങ്കിൽ, നാം ദൈവത്തോട് കൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിച്ചതുപോലെ നാമും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ദ ഫോർത്ത് വൈസ് മാൻ ഫ്രം ദ ഈസ്റ്റ്, കിഴക്ക് നിന്നുള്ള നാലാമത്തെ ജ്ഞാനി എന്ന പേരിൽ ഒരു കഥയുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നൊരു കഥയാണ്. നാലാമത്തെ ജ്ഞാനി ആർത്തപാൻ. യേശുവിന്റെ ജനന വാർത്തയില് ആ യേശുവിനെ കാണാനായിട്ട് ഇറങ്ങിത്തിരിച്ച കഥയാണ് അവിടെ വിവരിക്കുന്നത്. മറ്റ് 3 ജ്ഞാനികളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാതിരുന്ന ആർത്തപാൻ പിന്നീട് യേശുവിനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ തൻ്റെ സമ്പാദ്യമെല്ലാം വിറ്റ് കിട്ടിയ 3 വലിയ വില കൂടിയ രത്നങ്ങളുമായിട്ടാണ് യേശുവിനെ കാണാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. ആ ആർത്തപാൻ തൻ്റെ യാത്രാമധ്യേ അടിമ ചന്തയിലേക്ക് ആ വഴിയിലൂടെ കടന്നു വരുമ്പോൾ ഒരു പെൺകുഞ്ഞിനെ അടിമയായി ലേലം വിളിച്ച് വിൽക്കാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലയേറിയ രത്നം കൊടുത്ത് ആ കുഞ്ഞിനെ രക്ഷിച്ച് ആ കുഞ്ഞിനെ പരിപാലിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും യേശുവിനെ തേടിയുള്ള യാത്ര തുടരവേ ഒരു കുടുംബത്തിന്റെ ദയനീയമായ സാഹചര്യം കണ്ടപ്പോൾ ഭവനമില്ലാതിരുന്ന ആ കുടുംബത്തിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ തൻ്റെ 2ാമത്തെ രത്നവും ചെലവാക്കുന്നുണ്ട്. വീണ്ടും യാത്ര തുടരുമ്പോൾ രോഗബാധിതയായ ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള 3ാമത്തെ രത്നവും ചെലവാക്കി ശൂന്യമായ കൈകളോടെ യേശുവിനെ കാണാൻ ജെറൂസലേമിലേക്ക് എത്തിച്ചേരുകയാണ്. വർഷങ്ങളേറെ കഴിഞ്ഞപ്പോഴാണ് ആ യാത്ര ജെറൂസലേമിലേക്ക് എത്തിച്ചേർന്നത്. അന്ന് അവിടെ വരുമ്പോൾ ഒരു ആരവം കേൾക്കുമ്പോൾ ആർത്തമാൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഒരു ആരവത്തിന്റെ പുറകിലുള്ള കാരണം? അവിടെ കൂടിയവർ പറഞ്ഞു, യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കുരിശിൽ തറയ്ക്കുന്ന ആ സ്ഥലത്തെ ആരവമാണ് കേൾക്കുന്നത്. ആർത്തമാൻ ഓടി അവിടെ ചെല്ലുമ്പോൾ താൻ ബെത്ലഹേമിൽ ജനിച്ച യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചെങ്കിലും ആ യേശുവിൻ്റെ മരണത്തിന്റെ ദിനത്തിലാണ് തനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ ആർത്തപാൻ മനസ്സിലാക്കുകയാണ്. അവിടെ എത്തിയ ആർത്തപാൻ കുരിശിൽ നിന്നൊരു സ്വരം കേൾക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ എളിയവരിൽ ഒരുവന് നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു,
ആ ചെയ്തു കൊടുത്തതെല്ലാം എനിക്ക് തന്നെയാണ് നീ ചെയ്തത് എന്നുള്ള വലിയ സന്തോഷത്തിന്റെ സ്വരം ആർത്തമാൻ കേൾക്കുന്നതായിട്ടാണ് ആ കഥയിൽ നാം മനസ്സിലാക്കുക. ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന്റെ കണ്ണുനീര് കാണാൻ കഴിയാതിരിക്കില്ല എന്നുള്ള വലിയ സന്ദേശം അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തില് ദൈവം നമ്മെ സന്ദർശിക്കുന്നു, ദൈവം നമ്മോട് കൂടിയുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിന്റെ കൂടെ നാം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ഈ ദൈവത്തെ മറ്റുള്ളവർക്ക് സമീപസ്ഥമാക്കാൻ, സ്വീകാര്യമാക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം അടങ്ങിയിരിക്കുന്നത്. ഈ ക്രിസ്മസ് ആഘോഷം അത്തരത്തില് നമ്മോടൊപ്പമുള്ള ദൈവത്തെ മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാക്കാനുള്ള ഒരു നല്ല ദിനമായി മാറട്ടെ എന്നുള്ള ആശംസ പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നന്ദി. ഈ സന്ദേശം നൽകിയ ഫാദർ ജോളി വടക്കന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹോഷ്മളമായിട്ടുള്ള ആശംസകൾ നൽകുകയാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.